ഏത് നേരം നോക്കിയാലും നീ ഫോണിലാണല്ലോ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലേ നിനക്ക് ആ സൺഡേ സ്കൂളിന്റെ എക്സാമിന്റെ റിസൾട്ട് വരുന്നത്? അത് നീ നോക്കിയോ? ഞാൻ ലില്ലിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നീ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. നിനക്ക് ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. നീ പരീക്ഷ എഴുതി വന്നിട്ട് നന്നായിട്ട് എഴുതണേ. എനിക്ക് നമുക്ക് ഇനി ആ ടീച്ചറിനോട് ചോദിക്കാൻ വേണ്ടി. ടീച്ചറെ, ആരിത്? ഗ്രേസും മമ്മിയോ? എന്തായിരുന്നു വിശേഷങ്ങളൊക്കെ? വിശേഷമൊക്കെ അവിടെ ഇരിക്കട്ടെ ടീച്ചറെ. ഇവളുടെ പരീക്ഷയുടെ മാർക്ക് എന്താ കുറഞ്ഞു പോയത്? ഗ്രേസ് എഴുതിയതിനൊക്കെ ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. പുസ്തകത്തിലുള്ളതും ഇല്ലാത്തതും ഒക്കെ എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിലുള്ളതിനെ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റൂ. എന്റെ കൊച്ച് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്റെ കൊച്ച് നന്നായിട്ടാണ് പരീക്ഷ എഴുതിയത്. ആണോ ഗ്രേസേ? നന്നായിട്ട് പരീക്ഷ എഴുതിയോ? നന്നായിട്ട് എഴുതി. ശരി, ഗ്രേസിന്റെ ഉത്തരപേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ ചോദ്യമൊക്കെ ഒന്ന് വായിക്കട്ടെ എന്നാ. ഒന്നാമത്തെ ചോദ്യത്തിന് ഗ്രേസ് എഴുതിയ ഉത്തരം വായിക്കാതെ. എരിഹോ മതിൽ തകർത്തത് ആര്? അതായിരുന്നു ചോദ്യം. അതിന് എന്താ ഗ്രേസ് ഉത്തരം എഴുതിയേക്കുന്നേ? അത് ഞാനൊന്നും അല്ല ടീച്ചറെ. ആ എഫ്രൈം കുട്ടനാണ് ആ എഴുതിയേക്കുന്നത്. എരിഹോ മതിൽ തകർത്തത് എഫ്രൈം കൂട്ടുകാരാണെന്നാണ് ഗ്രേസ് എഴുതി വെച്ചേക്കുന്നത്. അയ്യോ, എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ടീച്ചറെ. എന്റെ മോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നഷ്ടപരിഹാരം തന്നേനല്ലോ. എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലേ? ഇത് പുസ്തകത്തിലെ ചോദ്യമായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വായിക്കട്ടെ ഗ്രേസേ. വിദ്വാൻമാർ യേശു കുഞ്ഞിന് എന്തൊക്കെയാണ് കാഴ്ച അർപ്പിച്ചത്? ഇതാണ് ഉത്തരം എഴുതിയേക്കുന്നത്. പാമ്പേഴ്സും പൗഡറും ക്രീമെന്നാണ് ഗ്രേസ് എഴുതിയേക്കുന്നത്. അതാണ് എഴുതിയേക്കുന്നത്. അടുത്ത ചോദ്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ നാം എന്ത് ചെയ്യണം? ഇതാണ് ഉത്തരങ്ങള്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതിന്റെയും കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യേശുവിന്റെ ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ എഴുതുക എന്നതാണ് നമ്മുടെ 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഗ്രേസ് എഴുതിയേക്കുന്ന ഉത്തരം ഞാൻ വായിക്കാം. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് കുറെ മനുഷ്യർ പോവുകയായിരുന്നു. വഴിയിൽ കുറെ കള്ളന്മാർ അവനെ ആക്രമിച്ചു. ടിഷ്യും അവനെ കഷ്ണം കഷ്ണമാക്കി വഴിയിലിട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ബാക്കി 12 കുട്ട നിറച്ചെടുത്തു. ഒരു കുട്ട ഇസ്കരിയോത്ത് യൂദ കൊണ്ടുപോയി. ദൈവാലയത്തിൽ കാളകളെയും കഴുതകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. ഇതിനൊക്കെ എങ്ങനെയാ മാർക്ക് കൊടുക്കുന്നത് ഗ്രേസിന്റെ മമ്മി? കാലം നടക്കേണ്ടത് വഴി അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് അവനെ വിട്ടുമാറുകയില്ല. കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തം നാം മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിക്കുവാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരംശമെങ്കിലും ഇനിയുള്ള തലമുറയ്ക്കായി നമുക്ക് മാറ്റിവെക്കാം. ഈ ചിന്തയുമായി ടീം സ്കൂൾ. ചായ